പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാതവന്ദനം അറിയിക്കുന്നു. പ്രഭാതധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നമ്മളെ എല്ലാവരെയും ഈ പകൽക്കാലം ഈ പ്രഭാതയാമത്തിൽ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തന പുസ്തകം 121 മൂന്നാമത്തെ വാക്യം: നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല. നാം എത്ര ഭാഗ്യശാലികളാണ്! പുരാതനമായ പാറമേൽ സ്ഥിരമായിരിക്കുന്ന നമ്മുടെ പാദങ്ങൾ വഴുതുവാൻ അഥവാ ഇടറുവാൻ അവൻ ഒരിക്കലും അനുവദിക്കുകയില്ല എന്ന് നമ്മുടെ ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. സങ്കീർത്തനം 91:11. തൻ്റെ വിശുദ്ധന്മാരുടെ കാലുകളെ അവൻ കാക്കുന്നു. 1 ശമൂവേൽ 2:9 വാക്യം. വിശുദ്ധ ദൂതന്മാർ നമ്മുടെ കാലുകൾ കല്ലിൽ തട്ടാതെ വന്ന് നമ്മെ തങ്ങളുടെ ശക്തിയേറിയ കരങ്ങളിൽ താങ്ങും. മാത്രമല്ല, ദൈവം തന്നെ ഉറങ്ങാതെ നമ്മുടെ കാലുകളെ രാവും പകലും സൂക്ഷിക്കുന്നു. അവൻ ഒരിക്കലും മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. എത്ര ആശ്ചര്യം! എന്നിരുന്നാലും ദൈവം നമ്മുടെ പാദങ്ങൾ സൂക്ഷിക്കണമെങ്കിൽ നാം നിവർത്തിക്കേണ്ട ഒരു പങ്കുണ്ട്. നിന്റെ വചനം പ്രമാണിക്കേണ്ടത് ഞാൻ സകല ദുർമാർഗത്തിൽ നിന്നും കാൽ വിലക്കുന്നു. 119 സങ്കീർത്തനം 101 വാക്യമാണത്. ഇവിടെ കാൽ എന്നത് നമ്മുടെ നടപ്പിനെ കുറിക്കുന്നു. ദോഷമെന്ന് തോന്നുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും നമ്മുടെ നടപ്പിനെ സൂക്ഷിക്കുമെങ്കിൽ നമ്മുടെ പാദങ്ങൾ ഇടറാതെയും വീഴാതെയും കർത്താവ് സൂക്ഷിക്കും. നീ എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നുവെന്ന് സങ്കീർത്തനം 116:8 നമ്മൾ വായിക്കുന്നു. നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും താഴെയുള്ള ഭാഗമായ പാദങ്ങൾക്കായി നമ്മുടെ ദൈവം കരുതലുള്ളവനായി അതിനെ ശ്രദ്ധയോടെ കാക്കുന്നുവെങ്കിൽ അവൻ നമ്മുടെ തലയെ ദുശ്ചിന്തയിൽ നിന്നും സകല സങ്കല്പങ്ങളിൽ നിന്നും കാത്തു സൂക്ഷിപ്പാൻ എത്രയധികം കരുതലുള്ളവനായിരിക്കും. നമ്മുടെ ശരീരത്തെക്കുറിച്ച് ദൈവം ഇത്രയധികം കരുതലുള്ളവനായിരിക്കുന്നുവെങ്കിൽ നമ്മുടെ ആത്മാവിനെ കുറിച്ച് എത്രയധികം കരുതലുള്ളവനായിരിക്കും. നമ്മുടെ കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രഭാതയാമത്തിൽ നമ്മളെ കേൾപ്പിച്ച വചനത്തെ നമുക്ക് നമ്മുടെ മനസ്സിൽ ഹൃദയസ്ഥിതമാക്കിക്കൊണ്ട് ദൈവകരങ്ങൾ നമ്മളെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, മനോഹരമായ നല്ല ഈ പ്രഭാതയാമത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പിതാവേ, അവിടുത്തെ കരങ്ങൾ ഞങ്ങളെ താഴ്ത്തുന്നു. ഈ പ്രഭാതയാമത്തിൽ അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി നന്ദി പറയുന്നു. തിരുസന്നിധി ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു. കൃപയോടെ ഇരിക്കണം, ബലപ്പെടുത്തണം. തിരുനാമം സകലത്തിലും മഹത്വം എടുക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ